മഹത്വപൂർണമായ 4 വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ വായിച്ച 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, പൊൻ കൊളുത്തുകൾ ഉണ്ടായി. 32-ാം വാക്യം, പൊന്ന് പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതുമായിരിക്കണം. ഈ തിരശ്ശീല അത് തൂങ്ങിക്കിടക്കുന്നത് പൊൻ കൊളുത്തുകളിലാണ്, പൊൻ കൊളുത്തുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഓർക്കണം, ആ ഗോൾഡൻ ഹൂക്സ് ഷോസ് ദ ഗോൾഡൻ ഹാൻഡ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ he was upheld by his father's hand. അവൻ്റെ പിതാവിൻ്റെ കരങ്ങൾ കൊണ്ടാണ് ആ തിരശ്ശീല തൂക്കിപ്പിടിച്ചതുപോലെ തൻ്റെ പുത്രൻ്റെ ഈ ലോക ജീവിതത്തിൽ he was sustained by his heavenly father. ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം പിതാവ് അവനെ താങ്ങുകയായിരുന്നു. പിതാവിൻ്റെ കരങ്ങൾ അവനെ താങ്ങിയെന്നുള്ളതിൻ്റെ മനോഹരമായ ചിത്രം. ഇനി നമുക്ക് ആ തിരശ്ശീല നെയ്തെടുത്തതിനെ കുറിച്ച് ശ്രദ്ധിക്കാം. 31-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, 26-31, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുള്ളതായി അതിനെ ഉണ്ടാക്കണം. ആര് നെയ്തെടുത്തു ഇത്? ഇവിടെ വായിക്കുന്നുണ്ട്, നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുള്ളതായി അതിനെ നെയ്തെടുക്കണം. ഒരു നിമിഷം 35-ാം അധ്യായത്തിലേക്കും തിരിച്ചാട്ടെ. പുറപ്പാട് ദിവസം 35 വളരെ വീണ്ടും ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. 35-ന്റെ 30-ാം വാക്യം നോക്കി. 35-ന്റെ 30-ാം വാക്യം. എന്നാൽ മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്നുവെള്ളി താമ്ര എന്നിവ പണി ചെയ്യുവാനും രത്നമെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയും സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ ദാൻ ഗോത്രത്തിൽ അഹിസാമാഖിൻ്റെ മകനായ ഒഹേലിയാവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ സമാഗമന കൂടാരം പണിതപ്പോൾ 2 വ്യക്തികളെ, ബെസലേലിനെയും ഒഹലിയാബിനെയും ദൈവം വായിക്കുന്ന എന്താണ്? ദിവ്യാത്മാവിനാൽ, ബൈ ഹിസ് സ്പിരിറ്റ്, ജ്ഞാനം, ബുദ്ധി, അറിവ്, സാമർഥ്യം കൊടുത്തു. നോക്കുക, ഈ കൗശലപ്പണികൾ, ഈ നെയ്ത്തുകാരൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോൾ ആ പണിയുന്നവരെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് വളരെ സാമർഥ്യത്തോടെ ഈ പണികളൊക്കെ നിർവഹിച്ചത് ഈ 2 വ്യക്തികളുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ അവരെ കുറിച്ച് വായിക്കുന്നു, അവർ സാമർഥ്യം കൊണ്ട് ദൈവം നിറച്ചു, ദിവ്യാത്മാവ് കൊണ്ട് നിറച്ചു. ഇന്നും ഇത് എത്രയോ സത്യമാണ് ദൈവിക സഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ. നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജൂയിഷ് ട്രഡീഷൻ പറയുന്നു, ഈ തിരശ്ശീല 4 വിരൽ ഖനമുണ്ടായിരുന്നു. 4 വിരൽ ഖനം. ഈ തിരശ്ശീല 4 വിരൽ ഖനത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഏത് നെയ്ത്തുകാരൻ്റെ പണിയിൽ നിന്ന് അത് നെയ്തെടുക്കും? ദൈവത്തിൻ്റെ ദിവ്യ ജ്ഞാനം കൊണ്ട് നിറച്ച് ദൈവസഭയുടെ ആ പണികൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയായിരുന്നു ദൈവം ഈ 2 വ്യക്തികളുടെ പ്രവൃത്തി മൂലം. മനോഹരമായ ഒരു പഠനമല്ലേ അത്? അതേ ആത്മാവ് ഈ നമ്മളിവിടെ വായിക്കുന്ന ബെസലേലിലും ഒഹലിയാബിലും പ്രവർത്തിച്ച അതേ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. തൻ്റെ സഭയുടെ പണിക്ക് വേണ്ടി ചില വ്യക്തികളെ പ്രത്യേക കൃപാവരങ്ങൾ കൊടുത്ത് അവൻ്റെ സഭയുടെ പണികൾക്ക് വേണ്ടി അവൻ ഒരുക്കുന്നു എന്നുള്ളത് എത്രയോ സത്യമായി നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 നിറമുള്ള നൂലുകൾ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. ബോൺ ഓഫ് എ വുമൺ, ഒരു സ്ത്രീയിൽ നിന്ന് അവൻ ജനിച്ചു. യെറ്റ് എങ്കിലും he was son of God, ദൈവപുത്രനായിരുന്നു. നീലനിറം. he was son of God, ദൈവപുത്രനായിരുന്നു. നീലനിറം. he was son of man, ചുവപ്പ് നിറം, റെഡ് കളർ. he was Emmanuel, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവൽ, പർപ്പിൾ കളർ, ധൂമ്രതലം. നമ്മൾ ഓർത്തു, ധൂമ്രം എങ്ങനെയുണ്ടാകും? നീലയും ചുവപ്പും കൂടെ ഒന്നിപ്പിക്കുമ്പോഴാണ് ധൂമ്രം ഉണ്ടാകുന്നത്. പർപ്പിൾ ഈസ് മെയ്ഡ് ബൈ മിംഗ്ലിംഗ് റെഡ് ആൻഡ് ബ്ലൂ. മനുഷ്യനായ ദൈവത്തിൻ്റെ പുത്രൻ, നമ്മുടെ മധ്യത്തിൽ ഇമ്മാനുവേലെ വസിച്ചവൻ, പർപ്പിൾ. 4ാമത് ഹി വാസ് എ ഹോളി റൈച്ചസ്, വിശുദ്ധ പ്രജ. അവന് കൊടുത്ത പേര് വിശുദ്ധ പ്രജ.
നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൂക്കോസ് 1:35, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ വൈറ്റ്, വെള്ള നിറം, 4 നിറമുള്ള നൂലുകൾ. ഒരിക്കൽ കൂടെ പറയട്ടെ, അവൻ ദൈവപുത്രനായിരുന്നു, നീല നിറം. അവൻ മനുഷ്യപുത്രനായിരുന്നു, ചുവപ്പ് നിറം. അവൻ ഇമ്മാനുവലായിരുന്നു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ധൂമ്ര നിറം, പർപ്പിൾ. അവൻ വിശുദ്ധ പ്രജയായിരുന്നു, വൈറ്റ് കളർ, വെള്ള നിറം. യെസ്, എത്ര മനോഹരമാണെന്ന് ഓർത്തേ. 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്തു അവൻ്റെ ദേഹമെന്ന തിരശ്ശീല, അവൻ്റെ ദേഹമെന്ന തിരശ്ശീല. ഇറ്റ് ഈസ് എ യൂണിക് പേഴ്സണാലിറ്റി. അത് മനസ്സിലാക്കാൻ ദൈവജനത്തിലൂടെ അല്ലാതെ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. അതിൽ ദൈവം ആവശ്യപ്പെട്ടു കെരൂബുകളെ നെയ്തെടുക്കണം. 31-ാം വാക്യം, നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി കെരൂബുള്ളതായി അതിനെ ഉണ്ടാക്കണം. നമ്മൾ ഓർത്തു, കെരൂബുകളെ നെയ്തെടുക്കണം. മറ്റ് തിരശ്ശീലകളിൽ, മറ്റ് ഗേറ്റുകളിൽ ഒന്നും കെരൂബുകളില്ല. നമ്മൾ ഓർത്തതുപോലെ സമാഗമന കൂടാരത്തിൻ്റെ ഗേറ്റിൽ ഇവിടെ കെരൂബില്ല, ഈ കോർട്ടിൻ്റെ ഗേറ്റിൽ കെരൂബില്ല, സമാഗമന കൂടാരത്തിൻ്റെ ആദ്യത്തെ ഗേറ്റിൽ കെരൂബില്ല. എന്നാൽ തൻ്റെ ദേഹം എന്ന തിരശ്ശീലയെ വരച്ചു കാണിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തിലെ 4 നിറമുള്ള നൂലുകളോട് നിർമ്മിച്ചപ്പോൾ കെരൂബുകൾ ഉള്ളതായി നെയ്തെടുക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ഈ കെരൂബുകളെ കുറിച്ച് നമുക്കറിയാം, അതും നെയ്തെടുക്കുകയായിരുന്നു, അടുക്കുവാൻ നിവൃത്തിയില്ല. ദൈവത്തിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് കെരൂബുകൾ. തൻ്റെ വാസസ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ, അതിവിശുദ്ധ സ്ഥലത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. അവിടെയും കെരൂബുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ പെട്ടകത്തിന് പുറത്ത് 2 കെരൂബുകൾ. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തിറക്കിയപ്പോൾ ജ്വാലയുള്ള വാളുമായി, തിളങ്ങുന്ന വാളുമായി കെരൂബുകൾ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യന് കയറി ചെല്ലാം. എന്നാൽ അവൻ്റെ വാസസ്ഥലത്തിൽ കയറി ചെല്ലണമെങ്കിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ കഴുകൽ പ്രാപിച്ചവർക്ക് മാത്രമേ ആ വിശുദ്ധ സ്ഥലത്ത് പോലും ചെന്ന് നിൽപ്പാനായിട്ട് നിവൃത്തിയുള്ളൂ, പുരോഹിതന്മാർക്ക്. അവിടെ ചെല്ലുമ്പോൾ ആ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ഉറപ്പിക്കുകയാണ്. ആ കെരൂബുകൾ മനുഷ്യനോട് പറയുകയാണ്, അടുക്കരുത്, ഡോണ്ട് കം നിയർ. സീനായി പർവ്വതത്തിൽ അവൻ ഇറങ്ങിയപ്പോൾ എന്തിനാണ് ദൈവം മോശയിലൂടെ പറഞ്ഞത്, മനുഷ്യനെ മാറ്റി നിർത്തുക, മനുഷ്യനും മൃഗങ്ങളും പർവ്വതത്തെ തുടരുത്, ആരെങ്കിലും തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവം മനുഷ്യനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല. ഹീസ് ദ ഹോളി ആൻഡ് റൈച്ചസ് ഗോഡ്. നീതിമാനായ വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതത്തിൽ തുടരുത് എന്നുള്ള ദൈവം കൽപ്പന കൊടുത്തു. ദൈവത്തിൻ്റെ വിശുദ്ധി കാണിക്കുകയാണ്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുകയാണ്. ദൈവം എത്ര വിശുദ്ധനാണ്! അവൻ്റെ ജഡം ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ദേഹമെന്ന തിരശ്ശീല, ആ ദേഹമെന്ന തിരശ്ശീല ഈ വിശുദ്ധിയെ പ്രദർശിപ്പിച്ച് കാണിച്ചു. അവനെ ക്രൂശിപ്പാനുള്ള ഒരു കാരണം, അവർക്ക് അവനെ അസൂയാലുക്കളായി മാറി. അവൻ്റെ അടുക്കൽ നടന്ന ശിഷ്യന്മാർ പോലും അവൻ്റെ വിശുദ്ധിയെ കണ്ടു. പത്രോസും മറ്റും പറഞ്ഞു, എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയായ മനുഷ്യനാണ്. അവൻ്റെ വിശുദ്ധി അവർ കണ്ടു. നാം സേവിക്കുന്ന ദൈവപുത്രൻ അവൻ വിശുദ്ധനാണെന്നുള്ള അവൻ കാണിച്ചു. ആ ദേഹമെന്ന തിരശ്ശീലയിൽ, ആ കെരൂബുകളെ വരച്ചു കാണിക്കുന്ന തിരശ്ശീലയിൽ കെരൂബുകളെ നെയ്തെടുക്കുവാൻ വായിച്ചു. എന്നാൽ നമുക്ക് അടുത്തായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് കാൽവറി ക്രൂശിൽ സംഭവിച്ച എന്താണ്. എബ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചു, തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള ഒരു പുതുവഴി. കാൽവറി ക്രൂശിൽ അവൻ ജീവൻ കൊടുത്തപ്പോൾ, 30 വർഷം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആ തിരശ്ശീല മനുഷ്യൻ ശ്രദ്ധിച്ചു. 4 നിറമുള്ള നൂലുകൾ ശ്രദ്ധിച്ചു. അതിലുള്ള കെരൂബിനെ മനുഷ്യൻ ശ്രദ്ധിച്ചു. അവൻ വിശുദ്ധനാണെന്നും ദൈവപുത്രനാണെന്നും മനുഷ്യപുത്രനാണെന്നും ഇമ്മാനുവേലാണെന്നും വിശുദ്ധ പ്രജയാണെന്നുള്ളത് മറ്റുള്ളവർ ശ്രദ്ധിച്ചു. കെരൂബുകൾ നെയ്തെടുത്ത തിരശ്ശീലയിൽ അവൻ്റെ വിശുദ്ധി പ്രദർശിപ്പിച്ചതുപോലെ അവൻ വിശുദ്ധനാണെന്നുള്ളത് മറ്റുള്ളവർ അവനെ കണ്ടു. അതുകൊണ്ടൊന്നും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ദൈവത്തെ മറച്ച തിരശ്ശീല, നമ്മൾ ഓർത്തു, ആ തിരശ്ശീല വെയില്, ഇറ്റ് ഈസ് ഹൈഡിങ് സംതിങ്, എന്തിനെയോ മറയ്ക്കുകയാണ്. അത് കീറി രണ്ടാക്കി തീർക്കാതെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്കൊരു ജീവനുള്ള പുതുവഴി പ്രദർശിപ്പിച്ചു തരുവാൻ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 51-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 27. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ
മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. എപ്പോഴാണ് അവൻ പ്രാണനെ വിട്ടു? യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. താൻ പ്രാണനെ വിടുന്ന സന്ദർഭത്തിൽ സംഭവിച്ച കാര്യം, അപ്പോൾ മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. സ്വന്മാരെ, അദ്ദേഹം എന്ന തിരശ്ശീലയിൽ രണ്ടായി ചീന്തി നമുക്കൊരു വഴി തുറന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് വാസ് ഡിവൈൻലി റെന്റ്. ദൈവമാണ് ആ തിരശ്ശീല കീറിക്കളഞ്ഞത്. അല്ലെങ്കിൽ ആ തിരശ്ശീല മേൽ തൊട്ട് താഴോട്ട് കീറുകയില്ല. മനുഷ്യൻ കീറിയാൽ താഴെ നിന്ന് കീറുകയുള്ളൂ. മാത്രമല്ല, ശലോമോൻ പണിതപ്പോൾ തൻ്റെ ദേവാലയം ഇതിലും വലിയ വലുപ്പത്തിലാണ് അത് പണിതത്. ഈ സമാന കൂടാരത്തെക്കാട്ടിൽ വളരെ വലുപ്പത്തിലാണ്. മനുഷ്യൻ അതിൻ്റെ അറ്റത്തേയും തൊടാൻ പോലും നിവൃത്തിയില്ല. അത്ര വലിയ തിരശ്ശീലയാണ്. 4 വിരൽ കനത്തുള്ള തിരശ്ശീല മനുഷ്യന്റെ കരം കൊണ്ട് വലിച്ചു കീറാൻ നിവൃത്തിയില്ല. പുരോഹിതന്മാർ 24 മണിക്കൂറും രാവും പകലും കാവൽ നിൽക്കുന്ന ഇടമാണ് ഈവന്റെ ദേവാലയം. മാറി 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 ദേവാലയം കാവൽ നിൽക്കുന്നിടത്ത് ആർക്കും ആ തിരശ്ശീല കീറുവാൻ കഴിയില്ല. ആ തിരശ്ശീല കീറിയത് മേൽ തൊട്ടടിയോളമാണ്. ദൈവത്തിന്റെ കരമാണ് ആ തിരശ്ശീല മേൽ നിന്ന് അതിനെ കീറിക്കളഞ്ഞത്. ഇറ്റ് വാസ് ഡിവൈൻലി റെന്റ്. യെസ്, നമ്മൾ ഓർക്കണം, ആ തിരശ്ശീല കീറിയപ്പോൾ പഴയ നിയമ യുഗവും അതോടുകൂടി അവസാനിക്കുകയായിരുന്നു. രണ്ടാമത്, ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ടായി കീറിപ്പോയി. ഇറ്റ് വാസ് റെന്റ് ഇൻ ദ മിഡ്സ്. നേരെ നടുക്ക് കീറിപ്പോയി. നടുക്ക് കീറിപ്പോയി. നമ്മൾ ഓർക്കണം, പൗലോസ് ഫെസ്റ്റോസിനോട് സംസാരിക്കുന്ന വാക്ക് ഇതോടുള്ള ബന്ധത്തിലൊന്ന് ശ്രദ്ധേയമാണ്. എത്രയോ സംസാര വിഷയമായി കാണും ഈ ദേവാലയത്തിന് തിരശ്ശീല കീറിയപ്പോൾ. യഹൂദൻ എത്രയോ അഭിമാനിച്ചിരുന്ന തിരശ്ശീല അവൻ അതിന് മഹത്വപൂർണമായി അവൻ കണ്ട് ദേവാലയത്തിന്റെ മഹത്വത്തിൽ പുകഴ്ചകൊണ്ട ഈ യഹൂദന്മാരുടെ മധ്യത്തിൽ ഇതെത്രയോ വലിയൊരു സംസാരമായി കാണും. ഫെസ്തോസിനോട് പൗലോസ് സംസാരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 26:26 വായിക്കുന്നുണ്ട്, ദ തിങ്സ് വാസ് നോട്ട് ഡൺ ഇൻ എ കോർണർ. അത് ഒരു കോണിൽ നടന്ന സംഭവമല്ല, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. മാത്രമല്ല, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റെന്റ്. അത് പൂർണ്ണമായി കീറിക്കളഞ്ഞു. പഴയ യുഗം പൂർണ്ണമായി ദൈവം കീറി രണ്ടാക്കി തീർത്തു നടുക്ക്. ഇന്നും അതിൻ്റെ നൂലുകളൊക്കെ കോർത്തു കിടക്കുന്ന പോലെയാണ് അനേക ക്രിസ്തീയ സമൂഹത്തിൻ്റെ ശുശ്രൂഷകൾ ഇന്നും. അല്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. പൂർണ്ണമായി കീറിക്കളയാത്ത പോലെയാണ് ഇന്നും ക്രിസ്തീയ സമൂഹം ഈ പഴയ നിയമത്തിലുള്ള ആചാരങ്ങളിൽ പിടിച്ചു കൊള്ളുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, the old dispensation was completely torn apart when Christ gave his spirit on the cross. ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ രണ്ടായി കീറി. പഴയ യുഗത്തിന് അന്ത്യം അവിടെ കുറിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാനൊന്ന് അവസാനിപ്പിക്കാം ആ ഭാഗം. എന്തിനാണ് ഈ തിരശ്ശീല കീറിയത് ദൈവം? 1 പത്രോസ് 3:18 ഓരോ വാക്യങ്ങൾ വായിച്ചങ്ങ് വിടാം. എന്തിനാണ് ഈ തിരശ്ശീല മേൽ തൊട്ടടിയോളം ദൈവം കീറിയത്? ദൈവത്തിന്റെ കരമാണ്. 4 വിരൽ ഖനമുള്ള തിരശ്ശീല മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിക്കുവാൻ നിവൃത്തിയില്ല. 1 പത്രോസ് 3:18 വാക്യം അവിടെ വായിക്കുന്നു. 1 പത്രോസ് 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തിനാണ് മരിച്ചത്? ടു ബ്രിങ് us to God. ആ തിരശ്ശീല എന്തിനാണ് കീറിക്കളഞ്ഞത്? ദൈവത്തെ കണ്ടുകൂടായിരുന്നു. ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യന് വരാൻ നിവൃത്തിയില്ലായിരുന്നു. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി. ഇന്ന് നാം കേൾക്കുന്ന വാക്കെന്താണ്? അടുത്തു വരിക. പഴയ നിയമത്തിൽ എന്താ കേട്ടത്? അഹരോൻ മഹാപുരോഹിതനോട് പോലും പറഞ്ഞു, മരിക്കാതിരിപ്പാൻ എപ്പോഴും എൻ്റെ അടുക്കൽ വരരുത്, ഡോണ്ട് കം. പുതിയ നിയമത്തിൽ പറയുന്നു, ഈ തിരശ്ശീല കീറിയ ശേഷം എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കൃപ ലഭിപ്പാൻ, തത്സമയത്ത് കൃപ ലഭിപ്പാൻ അടുത്തു വരിക, കം നിയർ. ബ്രദേഴ്സ്, എന്തൊരു അനുഗ്രഹമാണ് കർത്താവിൻ്റെ ശരീരം ആ തിരശ്ശീല കീറിയപ്പോൾ. 2 എബ്രായ ലേഖനം 10:20 വാക്യം നോക്കാം. 19-20 വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം
അതിൻ്റെ 19-20 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശന ധൈര്യവും ദൈവാലയത്തിൽ മഹാപുരോഹിതനും നമുക്കുണ്ട്. എന്തിനാണ് നമ്മളിവിടെ വായിക്കുന്നു? നമുക്ക് ജീവനുള്ളൊരു പുതുവഴി പ്രതിഷ്ഠിപ്പാൻ. To consecrate a new and living way for us. നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി തുറന്നു തരുവാൻ. ഇവിടെ വായിക്കുന്നത് ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിപ്പാൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ to consecrate a new and living way. Not only to bring as close to God, ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു വഴി കോൺസെക്രേറ്റ് ചെയ്ത് തന്നു. എബ്രായർ 9:8 നോക്കിയാൽ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. നേരത്തെ ഈ കൂടാരം ദേവാലയം നിന്നിടത്തോളം കാലം അവിടോട്ട് പ്രവേശിച്ചു ചെല്ലുവാനുള്ള വഴി അറിഞ്ഞുകൂടായിരുന്നു. ബട്ട് ഗോഡ് ഹാസ് കോൺസെക്രേറ്റഡ് എ ലിവിംഗ് വേ ഫോർ us. നമുക്ക് വേണ്ടി ജീവനുള്ളൊരു വഴി ദൈവം തുറന്നു തന്നു. 3 കൊലോസ്യ ലേഖനം 1:22 വാക്യം. എന്തിനാണ് ഈ തിരശ്ശീല ദൈവം കീറിയത്? കൊലോസ്യ ലേഖനം 3 കാര്യം നമ്മൾ കാണുന്നു. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:22. അവിടെ നമ്മൾ പരിചയമുള്ള വാക്യമാണ്, വായിക്കാം. നോക്കുക. മുമ്പേ ദുഷ്പ്രവൃത്തി കൊണ്ട് മനസ്സുകൾ അകന്ന ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധനും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവൻ നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഓ വണ്ടർഫുൾ, പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മളെ കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ ജഡശരീരത്തിൽ അവൻ്റെ മരണത്താൽ നമ്മളെ ധരിപ്പിച്ചു. എന്നെ സഹോദരന്മാരെ, എന്തിനാണ്? To present us holy and unblameable and unreprovable before God. അവൻ്റെ മരണത്തിൻ്റെ മഹത്വം നോക്കി. 4 കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. റോമലേഖനം 8 റോമൻസ് ചാപ്റ്റർ 8. ക്രിസ്തു എന്തിനു മരിച്ചു? റോമലേഖനം 8 അതിൻ്റെ 2-3 വാക്യം. റോമർ 8 2-3 വാക്യം. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. 3 വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അവിടെ വായിക്കുന്നത് എന്താ? To do what the law could not do. ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാത്തത് ചെയ്ത് തീർപ്പാൻ തൻ്റെ പുത്രനെ ജഡത്തിൽ അയച്ചു. ദൈവത്തിന് മഹത്വം. ആ തിരശ്ശീല 30 വർഷം ഈ ഭൂമിയിൽ കണ്ടു. ആ തിരശ്ശീല കീറിയപ്പോഴാണ്, അവൻ ക്രൂശിൽ മരിച്ചപ്പോഴാണ് നമുക്കൊരു ജീവനുള്ള പുതുവഴി പ്രതീക്ഷിച്ചു തന്നത്, നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചത്, നമ്മളെ അവൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിർത്തിയത്, നമുക്ക് ചെയ്തു തീർപ്പാൻ കഴിയാഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അവൻ ചെയ്തു തീർത്തത്. ഇന്ന് ഈ തിരശ്ശീല കീറിയതിൻ്റെ ഫലമായി എന്താ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ? പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. എബ്രായലേഖനം 9:12 വായിച്ചാൽ, എബ്രായലേഖനം 9:12 അവിടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ പട്ടികകളിൽ ഒരെണ്ണം അവിടെ വായിക്കുന്നുണ്ട്. 9:12 വാക്യം. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെ പശുക്കളെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. His own blood, സ്വർഗത്തിലേക്ക് അവൻ്റെ സ്വന്തം രക്തം കൊണ്ട് കടന്നുപോയി. അവൻ എന്താ ചെയ്യുന്നത്? 9:24 ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. 6 അധ്യായത്തിൻ്റെ 19 വാക്യം. 6 അധ്യായത്തിൻ്റെ 19 വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്ത് കടന്നില്ലെന്ന് വന്നു. അവിടെ യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചു. An anchor is fixed there. ഇളകി മറിയുന്ന ലോകത്തിൽ, കൊടുങ്കാറ്റടിക്കുന്ന ലോകത്തിൽ, ജീവിത പന്ഥാവിൽ പതറിപ്പോകാതെ ഒരു നങ്കൂരം അവിടെ നമുക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ അവിടെ പ്രവേശിച്ചു. ആ നങ്കൂരത്തോട് ബന്ധപ്പെട്ട നമുക്ക് അചഞ്ചലരായി ഓളമുള്ള ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. 4 എബ്രായലേഖനം 10 അധ്യായത്തിൻ്റെ 22-23 വാക്യം
നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി, വിശ്വാസത്തിൻ്റെ പൂർണ്ണശം പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക, ധൈര്യത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ശ്രദ്ധിച്ചോ? അവിടെ നമ്മൾ വായിക്കുന്നു, യേശു മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി എവിടേക്ക് പ്രവേശിച്ചു? മുമ്പ് കൂട്ടി ആസ് എ ഫോർറണ്ണർ. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആശയം. സ്നാപയോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോർറണ്ണറാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശിക്കാൻ വരുവാണെങ്കിൽ ആദ്യം ചില ആളുകൾ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് കടന്നു വരും. തനിക്കുള്ള വാസസ്ഥലം, തൻ്റെ ഭക്ഷണകാര്യങ്ങൾ, തൻ്റെ സെക്യൂരിറ്റിയൊക്കെ. ആ മുമ്പ് കൂട്ടി വരുന്നവരുടെ പേരാണ് ഫോറിനേഴ്സ്. അതിൻ്റെ ശേഷമേ പ്രസിഡന്റ് വരികയുള്ളൂ. യേശു ക്രിസ്തു ഫോറിനറായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കയറി. നാം സ്വർഗം കണ്ടിട്ടില്ല. നമുക്കവിടെ കംഫോർട്ടബിൾ ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നും അവിടുത്തെ. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പോയിരിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി കാര്യങ്ങൾ ക്രമീകരിപ്പാൻ. ഹീ ഈസ് എ ഫോറിനർ ഫോർ അസ്. ഹീ ഈസ് എ ആങ്കർ ഫോർ അസ്. നമ്മുടെ മുമ്പ് അവനാണ് നമ്മുടെ ആങ്കർ. നങ്കൂരമാണ്, നമ്മുടെ മഹാപുരോഹിതനാണ് അവിടെ. ഈ തിരശ്ശീല കയറിയതിൻ്റെ ഫലമായി ദൈവത്തിന് ലഭിച്ച അനുഗ്രഹം. ഇന്ന് ധൈര്യത്തോട് അടുത്തു വരാം. നമ്മളൊന്നും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല വേണ്ടവണ്ണം. മാത്രമല്ല, ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ആ തിരശ്ശീല കയറിയപ്പോഴാണ് വി ഹാവ് റിസീവ്ഡ് ആൻ അൺഒബ്സ്ട്രക്റ്റഡ് വിഷൻ. നമുക്ക് മറ ഇല്ലാത്തൊരു വിഷൻ ലഭിച്ചു. ആ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാൻ എബ്രായലേഖനം 2:9 നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 2:9 ഞാൻ ഓർപ്പിക്കട്ടെ, 2:9 വായിക്കുന്നുണ്ട്. അവിടെ കർത്താവിനെ കാണുന്നത് എന്താണ്? എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി നാം കാണുന്നു. വി സീ ഹിം. നമുക്കവനെ കാണാൻ കഴിയുന്നു. മഹത്വപൂർണനായ ദൈവത്തോടെ കാണാൻ കഴിയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ആ തിരശ്ശീല നിന്നിടത്തോളം കാലം നമുക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ലേ? എൻ്റെ സഹോദരന്മാരെ, ഇതെന്തൊരു മഹത്വപൂർണമായ കാര്യമാണെന്നുള്ളത് ഓർത്താട്ടെ. യെസ്, ഞാനവിടെ നിർത്തുകയാണ്. ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ആൻഡ് ദിസ് വെയിൽ വാസ് എ ടൈപ്പ് ഓഫ് ദാറ്റ് ഫ്ലഷ്. ഞാനത് വിടട്ടെ. ഇനിയും അല്പസമയം കൊണ്ട് ഈ എൻട്രൻസ് കർട്ടൻ, സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കലുള്ള എൻട്രൻസ് കർട്ടൻ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന എൻട്രൻസ് കർട്ടൻ, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 36 തൊട്ട് 36-37 വാക്യം നോട്ട് ചെയ്തുകൊള്ളുക. എൻട്രൻസ് കർട്ടൻ, കയറുന്ന, അതിന് മറയെന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയത്. ഇംഗ്ലീഷിൽ എ സ്ക്രീൻ എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് വെയിലാണ്. ഇപ്പോൾ വായിക്കാൻ പോകുന്നത് എ സ്ക്രീൻ. പുറപ്പാട് ദിവസം 26-ന്റെ 36-37, പുറപ്പാട് 36-ന്റെ 37-38. പുറപ്പാട് 36-ന്റെ 37-38. നമുക്ക് ആദ്യം പുറപ്പാട് ദിവസം 26-ന്റെ 36-37 വായിക്കാം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നുകൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും എ സ്ക്രീൻ കൂടാരത്തിൻ്റെ വാതിലിനുണ്ടാക്കണം. മറശ്ശിലേക്ക് കതിരുമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പതിയണം. അവയ്ക്ക് കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് ചുവടും വാർപ്പിക്കണം. 36-ാം അധ്യായം കൂടെ എടുക്കാം. 36-ാം അധ്യായം കൂടെ, 36-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യം. കൂടാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യക്കാരൻ്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടായിരിക്കണം. അവയ്ക്ക് കുമിഴുകളും മേൽചുറ്റുപടിയും പൊന്നുകൊണ്ട് പൊതിയണം. ശ്രദ്ധിച്ചോ, there is capital or crown. പൊന്നുകൊണ്ടുള്ള ക്രൗൺ ഉണ്ട്, അതിന് പൊതിയണം. എന്നാൽ അവിടെ ചുവട് 5 താമ്രം കൊണ്ടായിരിക്കണം. 5 തൂണുകൾ, 1 2 3 4 5, 5 തൂണുകൾ. 5 തൂണിൽ മുകളിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്, ക്രൗണുണ്ട്. അതിൻ്റെ ചുവട് താമ്രമാണ്, ബ്രാസ്. വീണ്ടും നമുക്ക് അഭാവത്തിലേക്ക് മടങ്ങി വരാം. കതിരുമരം കൊണ്ടുണ്ടാക്കി, പൊന്നുകൊണ്ട് പൊതിഞ്ഞ്, പൊന്ന് ക്രൗണ്, പൊന്ന് കൊളുത്ത്. അതിന് ശേഷം നമ്മൾ വായിച്ചു, പൊന്നുകൊണ്ട് പൊതിയണം. അതിന് കോപ്പർ ബേസിൽ അത് നിൽക്കണം.
നമ്മൾ ഓർത്തതുപോലെ ഈ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എന്നാൽ വീണ്ടും നമ്മൾ ഓർക്കണം, ഇവിടെ ദൈവം കെരൂബുകളെ നെയ്യാനായിട്ട് പറഞ്ഞില്ല. ഇവിടെ കെരൂബുകളെ നെയ്യാനായിട്ട് പറഞ്ഞില്ല. അവിടോട്ടുള്ള വഴി കെരൂബുകൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, എബ്രായലേഖനം 9:6 വായിക്കുമ്പോൾ പുരോഹിതൻ നിത്യവും മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷിച്ചു. അറ്റ് ഓൾ ടൈംസ്. ഹീബ്രൂസ് 9:6. പുരോഹിതന്മാർ ഈ മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പ്രവേശനം കെരൂബുകൾ തടസ്സപ്പെടുത്തിയില്ല. ഈ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് വീണ്ടും പ്രിയനായവനിൽ അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു പുരോഹിതന്മാർക്ക് പ്രവേശിക്കാം. അതിൻ്റെ ഹൈറ്റും മറ്റും നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി നാരോ. കുറച്ച് നാരോയാ. 5 പില്ലറുകളുമുണ്ട്. മാത്രമല്ല ഇതിന് കളർ കൂടുതലാണ്. 10x10 ആയപ്പോൾ ഇത് വളരെ നാരോയാണ്. എന്ത് കാണിക്കുന്നു? പുരോഹിതന്മാർ കൈകാലുകൾ കഴുകി, യാഗപീഠത്തിൽ യാഗമർപ്പിച്ച് കൈകാലുകൾ കഴുകി, ദിനംതോറും കൈകാലുകൾ കഴുകി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, മരിക്കാതിരിപ്പാൻ കൈകാലുകൾ കഴുകി. വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ അവർക്ക് ഇതിലൂടെ അകത്ത് പ്രവേശിപ്പാൻ കഴിയൂ. നിത്യവും അവരവിടെ ശുശ്രൂഷിച്ചു.